വെറും 13-ാം വയസ്സിൽ തന്റെ ഭൗമിക പ്രവാസം പൂർത്തിയാക്കിയ ജോഷുവയുടെ ഹ്രസ്വജീവിതം ആധുനിക ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നത് യഥാർത്ഥ ആത്മീയതയുടെ വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. ഹിന്ദുമതത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഇന്ത്യൻ ദമ്പതികളായ ജയശ്രീ സുബിയുടെയും സുബി സദാശിവന്റെയും മകനായി ഓസ്ട്രേലിയയിലാണ് ജോഷുവ ജനിച്ചത്. കുടുംബമായി 2016 ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനെ തുടർന്ന് കുഞ്ഞു ജോഷുവയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ദൈവസ്നേഹവും മാതൃഭക്തിയും പ്രകടമായിരുന്നു. പരിശുദ്ധ മറിയത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ സ്കൂളിലേക്ക് 3 ജപമാലകൾ വരെ ധരിച്ചു പോകുന്നതിൽ അവന് തെല്ലും മടി തോന്നിയിരുന്നില്ല. എന്നാൽ 2018 9-ാം വയസ്സിൽ ജോഷുവയ്ക്ക് എവിങ്സ് സാർക്കോമ എന്ന ക്യാൻസർ രോഗം ബാധിച്ചതായി കണ്ടെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. താമസിയാതെ ജോഷുവയുടെ ആദ്യ കുർബാന സ്വീകരണം നടത്താൻ കുടുംബം തീരുമാനിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ജോഷുവ തന്റെ ആദ്യ കുമ്പസാരം നടത്തുകയും യേശുവിനെ സ്വീകരിക്കുവാൻ തന്റെ ഹൃദയം ഒരുക്കുകയും പൂർണ്ണമായ തയ്യാറെടുപ്പോടെയും അതിലേറെ ആനന്ദത്തോടെയും തന്റെ രോഗാവസ്ഥയുടെ പ്രതിസന്ധികൾ മറന്ന് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുകയും ചെയ്തു. തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജോഷുവ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞത് തന്നിൽ നിന്ന് ഒന്നും മറച്ചുവെക്കേണ്ടതില്ല എന്നും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നും അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും എന്ന പ്രായത്തെ വെല്ലുന്ന ധീരതയുടെയും വിശ്വാസത്തിന്റെയും വാക്കുകൾ ആയിരുന്നു. കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ അവനെ സാരമായി അലട്ടിയപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ യേശു തന്നിൽ രൂപപ്പെടുമ്പോൾ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് അവൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ജോഷുവ വളരെ ഉത്സുകനായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോഴെല്ലാം അവൻ വിശുദ്ധ കുർബാന ആവശ്യപ്പെടുമായിരുന്നു. ഫാദർ തോമസ് മാങ്കുത്തിൽ വീസിയായിരുന്നു പതിവായി അവന് വിശുദ്ധ കുർബാന കൊടുക്കാൻ വന്നിരുന്നത്. ജോഷുവയിൽ താൻ കണ്ടെത്തിയ അത്ഭുതകരമായ കാര്യം ദിവ്യകാരുണ്യത്തോടുള്ള അവന്റെ സ്നേഹമായിരുന്നു എന്നും എല്ലാവരുടെയും ജീവിതത്തിൽ അത് അതിശയകരമായ സ്വാധീനം ചെലുത്തിയതായും ഫാദർ തോമസ് സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കാൻ എല്ലാ ദിവസവും തന്നെ ഒരുക്കിയിരുന്ന ജോഷുവയുടെ ശരീരം തളർന്നിരുന്നെങ്കിലും ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിച്ച ഊർജം അവനെ ശക്തനാക്കിയിരുന്നുവെന്ന് പങ്കുവച്ച ഫാദർ തോമസ്, ദിവസവും യേശുവിനോടൊപ്പമായിരിക്കാൻ ജോഷുവ പ്രകടിപ്പിച്ച ആഗ്രഹം തന്നെ അതിശയിപ്പിച്ചിരുന്നതായും വ്യക്തമാക്കി. കീമോതെറാപ്പിയിലൂടെ കടന്നു പോകുമ്പോഴും ജോഷുവ എപ്പോഴും സന്തോഷവാനായിരുന്നു. രോഗം തന്റെ ശുദ്ധീകരണത്തിന്റെ സമയമാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. 2021 മെയ് മാസത്തിൽ ചികിത്സാ വിധികളെല്ലാം പരാജയപ്പെട്ടതോടെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 1 മാസത്തിനകം അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് അവൻ കിടപ്പായി. തങ്ങളുടെ മകന്റെ വേദനകൾ കണ്ടു നിൽക്കാൻ കഴിയാതെ വിഷമിച്ച മാതാപിതാക്കളോട് വിഷമിക്കരുതെന്നും ദൈവം നമ്മോടൊപ്പമുണ്ട്, അവൻ നമ്മെ പരിപാലിക്കും എന്നുമായിരുന്നു ജോഷുവയുടെ മറുപടി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുമായിരുന്നു എങ്കിലും ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള അവന്റെ തീവ്രമായ ആഗ്രഹം കണക്കിലെടുത്ത് മാതാപിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം സെയിന്റ് മേരീസ് കത്തീഡ്രലിന്റെ ഡീൻ ഫാദർ സീൻ ജോഷുവയുടെ വീട്ടിലെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി. ഒടുവിൽ ജോഷുവയുടെ 13-ാം ജന്മദിനമായിരുന്ന ഡിസംബർ 6-ന്റെ തലേദിവസം രാത്രി അവന്റെ ആരോഗ്യനില തീർത്തും വഷളാവുകയും പുലർച്ചെ 5 മണിക്ക് അവൻ തന്റെ ഭൂമിയിലെ പ്രയാണം അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് യാത്രയാവുകയും ചെയ്തു. എന്ത് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും വന്നാലും ദിവ്യകാരുണ്യ കർത്താവിനോട് പറ്റി നിൽക്കുന്നത് നമ്മെ എങ്ങനെ ശക്തിപ്പെടുത്തുമെന്ന് തെളിയിച്ച ജോഷുവ എന്ന സാധാരണ ബാലൻ ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച വാനമ്പാടിയെന്ന് കേരള മണ്ണിൽ അറിയപ്പെടുന്ന അജുനെയെപ്പോലെ തന്റെ സഹനയാത്ര ധീരതയോടെ പൊരുതി കർത്താവിൽ എന്നേക്കുമായി ലയിച്ചിരിക്കുകയാണ്. ഇളം പ്രായത്തിലെ തന്നെ കുഞ്ഞു ജോഷുവ പ്രകടിപ്പിച്ച അസാധാരണമായ ദിവ്യകാരുണ്യ ഭക്തിയും ഈശോയോടൊപ്പം സഹനത്തിലുള്ള ചെറുത്തുനിൽപ്പും വിശ്വാസ പ്രഘോഷണവും മുതിർന്നവർക്ക് മുന്നിൽ പോലും വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.